ഹായ് ഗൈസ്, അപ്പോൾ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഇവിടെ ഗെയിമിംഗ് റൂം ആക്കാനുള്ള പ്ലാൻ ആയിരുന്നു. നമ്മളിവിടെ പെയിൻ്റൊക്കെ അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മളെല്ലാം കിടിലായിട്ട് പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഗെയിമിംഗ് റൂമിനായിട്ട് ഇവിടായിട്ട് ഒരു പ്രൊഫൈൽ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പ്രൊഫൈലിൽ ഇത് വരുന്നുണ്ട്. നമ്മൾ അതിന് വരാണ് നിയോൺ വാങ്ങിച്ചത്. പക്ഷേ നിയോൺ വാങ്ങിച്ച് നോക്കിയപ്പോഴത്തേക്ക് ആ ഒരു നമ്മളൊരു ഇമേജ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ആ ഇമേജ് ഞാൻ കൊടുത്തേക്കാം. ഈ ഒരു നിയോൺ വെച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ഒട്ടും ചേരത്തില്ല. പിന്നെ നമ്മൾ ആദ്യം പ്രൊഫൈലായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ പ്രൊഫൈലിന് വരെ ഇത് വാങ്ങിക്കാൻ വിചാരിച്ചു. ഇപ്പം നമ്മളിപ്പോൾ ഈ ഒരു പ്രൊഫൈലാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു എഴുതിയേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സ്റ്റിക്കർ മാത്രമാണ്. നമുക്കത് ഇറക്കി കളയാം. ഇതിൻ്റെ ഓക്കെ ഗൈസ്, മീറ്ററിന് 60 രൂപ അതിൻ്റെ വില. ഇപ്പം നമുക്ക് ഇതിൻ്റെ സ്റ്റിക്കറാണ്. നമുക്കിങ്ങനെ ഇളക്കിയെടുക്കാം. നമുക്ക് ഇങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റിക്കണ്ടോ? ഇങ്ങനെ ഇളക്കി നമുക്ക് എടുക്കാൻ പറ്റും. അതേപോലെ 2 എണ്ണമാണ് വാങ്ങിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ഇവിടെ വരെ, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടോ അത്ര നമ്മൾ എടുക്കുന്നുള്ളൂ. നമ്മൾ ഐസ് ബ്ലൂ കളറാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഐസ് ബ്ലൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടിക്കുള്ള പരിപാടി ഇടാം. ഈ സാധനം എടുത്തിട്ട് ഇനി ഇവിടെ ഇങ്ങനെ അളവ് സെറ്റ് ചെയ്യണം. ഇത് നമ്മൾ ഒട്ടിക്കുന്ന ഇത് സ്ക്രൂ ചെയ്യാന്ന്, അതായത് ഭിത്തി സ്ക്രൂ ചെയ്യാന്നുള്ളത് സ്ക്രൂ ചെയ്യാം. നമ്മളിപ്പോൾ സ്ക്രൂ ചെയ്തിട്ടില്ല. നമ്മളിപ്പം ഫ്ലച്ച് ക്യുക്ക് വെച്ച് ഇത് വെച്ചിട്ട് ഒട്ടിക്കുകയാണ്. നമ്മളിപ്പോൾ സ്ക്രൂ ചെയ്തുകൊണ്ട് ഇവിടെ കുറേ ഹോൾ ഇടപ്പുണ്ട്. പക്ഷേ ഇനി ഹോളാക്കുന്നില്ല. അങ്ങനെ നമ്മൾ ഇതേപോലത്തെ എന്തെങ്കിലും വെച്ച് ഒട്ടിക്കുക. ഇതായിരിക്കും നല്ലത്. പിന്നെ ശരി പെയിൻറ്റ് പോകും. പക്ഷേ പെയിൻറ്റ് നമുക്ക് അടിക്കാം. പക്ഷേ സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അടയ്ക്കാൻ പറ്റും. ഇനി ഒരു PU ഫോം വാങ്ങിക്കുന്നുണ്ട്. ഫോം വാങ്ങിച്ചതിനകത്ത് അടിച്ച് നിറയ്ക്കും. എന്നിട്ട് നമ്മളത് ക്ലോസ് ചെയ്യുന്നതാണ്. ഇങ്ങനത്തെ ഒട്ടിക്കാൻ കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. നമ്മൾ ഈ സാധനം ഒട്ടിച്ചിട്ടുണ്ട്. ഫ്ലെക്സ് ക്യൂക്ക് നമ്മളിങ്ങോട്ട് എടുത്ത് വെച്ചത് നമ്മൾ എടുത്തുകൊണ്ട് നമുക്ക് അതിൻ്റെ ഇടയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എക്സ്ട്രാ ബലം കിട്ടാൻ വേണ്ടിയിട്ടുണ്ടോ ഇപ്പോൾ കാണിച്ചിട്ട് 2 തുള്ളി. ഫോക്കസ് ആവുന്നില്ലല്ലോ. ഗൈസ്, ഇത് ഫോക്കസ് ആയി കണ്ടോ? തോനെ വാരി ഒഴിച്ചു കൊടുക്കല് അപ്പുറത്തോട്ട് ഇറങ്ങും. പിന്നെ ഇവിടെ ഇങ്ങനെ പറ്റി പിടിച്ച് നമ്മൾ തുണിയെ അങ്ങനെയല്ല തുടച്ചിടണം. പഴയ ഒരു തോർത്തി അതുകൊണ്ടിട്ടോ തുടയ്ക്കാൻ വേണ്ടി പിന്നെ നമുക്ക് പഴയ തോർത്ത് എടുത്തിട്ട് അതിനെ തുടച്ചങ്ങ് മാറ്റാം. പക്ഷെ കയറി നമ്മളിനി ഇവിടെ ഇല്ല. കനം കുറച്ച് ലൈനിട്ട അധികം പ്രസ് കൊടുക്കണ്ട. അധികം പ്രസ് കൊടുക്കുക. നമ്മൾ ചുമ്മാ വെറുതെ ഇങ്ങനെ പോയാൽ മതി. ഇവിടെ ഓടിച്ചിറങ്ങിയതല്ലോ. ഇപ്പം ഒരു 2 സെക്കൻഡോ അല്ല 2 സെക്കൻഡോ ഒരു 2 മിനിറ്റ് കൊടുത്താൽ മതി. അത് കുട്ടിക്കോളും. ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്കുള്ള ഈ സാധനം ഇളക്കിയെടുക്കാം. അതിനിപ്പോൾ നമ്മൾ ആ തോർത്ത് നമുക്ക് ചാനലിലാകോ ഒന്ന് ക്ലീൻ ചെയ്യാം. നമ്മളിപ്പോൾ തന്നെ സ്ട്രിപ്പ് ഒട്ടിക്കുന്നതിന് അവിടെ നാളെ സ്ട്രിപ്പ് വാങ്ങിച്ചിട്ട് ഒട്ടിക്കുന്നത്. ഇവിടെ നിന്ന് നല്ലപോലെ പശ പിടിച്ചിട്ടില്ല. പക്ഷെ നമ്മുടെ ഇവിടെ എല്ലാം പൊടിയുണ്ട്. ഇത്രയും പൊടി അതിനകത്ത് ഉണ്ടായിരുന്നു. നമ്മൾ സ്ട്രിപ്പ് ഒട്ടിക്കുമ്പോഴത്തേക്ക് പൊട്ടത്തില്ല. വേണ്ട, ഇവിടെ ചെറിയൊരു ആട്ടം കണ്ടോ? ആട്ടം കണ്ടോ? ഇത് വരാൻ വേണ്ടിയിട്ട് 2 3 അത് വലിച്ചിറങ്ങിയിട്ടുണ്ട്. നല്ല ഊതി ഇവിടെ ഇരുണ്ട് തൊട്ടാൻ വേണ്ടിയിട്ട് ഈ സാധനത്തിനെ ഇളക്കിയെടുക്കാൻ പോകുന്നത് കുറേ നേരം കൊണ്ട് ഇതിൻ്റെ അറ്റം കണ്ടുപിടിച്ചിട്ട് നോക്കുമല്ലോ. പക്ഷേ എൻ്റെ അറ്റം കിട്ടാൻ നല്ല പാടായിരുന്നു. കാരണം അതിന് നമ്മൾ എങ്ങനെയെങ്കിലും നമുക്ക് തന്നെ ഇളക്കിയെടുത്തിട്ടുണ്ട്. അടിച്ചിട്ടെ ഇതിനെ അവിടെ നമുക്ക് എടുത്ത് വയ്ക്കാം. നമുക്ക് ഇത്രയും ഭാഗത്തോട്ട് നമ്മൾ മറ്റേ സാധനം കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ചാനലും പ്രൊഫൈലും കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്രയും ഭാഗത്തോട് ഒട്ടിക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് മുറിക്കുമ്പോൾ നമ്മൾ മാർക്സോ ബ്ലേഡ് നോക്കിയത് കണ്ടില്ല. പിച്ചാത്തി വെച്ചിട്ടാണ് മുറിയോ ഇല്ലയോ നോക്കട്ടെ. സാധനത്തിന് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. മുറിച്ചില്ല, നമ്മൾ കുറച്ച് പിച്ചാത്തിക്ക് സൈഡിലൊന്ന് മുറിച്ചിട്ട് പിന്നെ നമ്മൾ ഒടിച്ചെടുത്തതാണ്. ഇത്രയും സാൻഡ് പേപ്പർ ഇട്ട് ഉരച്ചിട്ട് നടക്കുന്നില്ല. നമ്മൾ കുറേ ഉരച്ച് നോക്കി, ഒന്നും അനങ്ങുന്ന പോലും ഇല്ല. നോക്കട്ടെ, അടുത്തന്നെ നോക്കട്ടെ.
എത്ര മുറിക്കണം അതങ്ങോട്ട് എടുത്തിട്ട് കാലി കയറാത്തത്. ഓ ഗൈസ് കറക്റ്റ്. ഇത് ഈ കഴുപ്പിനെത്തിക്കണം. അത് അവിടെ വെച്ചിട്ടുണ്ട്. ഇതിനെ ഇവിടെ വന്ന് തട്ടി നിൽക്കുകയാണ്. ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ കറക്റ്റാക്കണം. ഇതിന് ഇനിയും കുറച്ചുകൂടെ പോകണം. കുറച്ച് അത് നമുക്ക് സാൻഡ് പേപ്പറിന് കളയാൻ പറ്റുമെന്ന് തോന്നുന്നു. കുറച്ചെന്ന് വെച്ചാൽ ഒരു ഇച്ചിരി ഒരു അത് നമുക്ക് സാൻഡ് പേപ്പറിന് കളയാം. അതിൻ്റെ സാൻഡ് പേപ്പർ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിട്ട് വരയ്ക്കാം. ഒരു ഫൈനലി അന്നേരം നമ്മൾ ഈ സാധനം കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കറക്റ്റാണ്. പക്ഷേ ഒന്നും ഒട്ടിച്ചിട്ടില്ല. ചുമ്മാ കയറ്റി വെച്ചേക്കുവാണ്. പെർഫെക്റ്റ് ആയിരുന്നു. ഇവിടെ ഒരു കുഴപ്പമില്ല. പിന്നെ ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അന്നേരം അതും കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ മണ്ടയിൽ സ്റ്റിക്കർ ഇളക്കാം. ഇനി ഒട്ടിച്ചിട്ടില്ല. ഗൈസ് ഇതാണ് എൻ്റെ ഒരു ടാസ്ക്. ഇതിൻ്റെ എവിടെ നിന്നെങ്കിലും ഒരു അറ്റം കിട്ടിയായിരുന്നു. നമുക്ക് എവിടെ നിന്നെങ്കിലും ഒന്ന് തോണ്ടിട്ട് ഒരു രക്ഷയില്ല. ഒരു രക്ഷയില്ല. അപ്പം എങ്ങനെയെങ്കിലും നടക്കാൻ നോക്കാം. ഊരണമെങ്കിലും ടാസ്ക്കാണ്. പക്ഷെ ഒട്ടിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് കണ്ട ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ ഊരിയെടുക്കാൻ കണ്ടോ. അത് ഊരി തന്നെ നമുക്ക് ഒരു മിനിറ്റ്. അതിൻ്റെ അപ്പുറത്തറ്റം കിട്ടി. ഇതിൻ്റെ അപ്പുറത്തറ്റം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അറ്റം കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അറ്റം കിട്ടി. ഇനി അതിൻ്റെ കയറ്റി വെച്ചിട്ട് നമ്മൾ പീൽ ചെയ്താളെ അത് കയറ്റി ഈ സാധനം കയറ്റി മുറുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം അത് ചെറിയൊരു ചെരുവുണ്ട്. ചെരുവാണ് നൂറ്റാൻ എടുക്കാം. നമുക്ക് ഇങ്ങനെയുള്ള സുഖമായിട്ടുള്ള എടുക്കാം. അതും കഴിഞ്ഞ് അപ്പോൾ ഇത് ഇങ്ങനെയാണുള്ളത്. ഇനി നമ്മൾ ഇതിനകത്ത് ഐസ് ബ്ലൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഐസ് ബ്ലൂ സ്ട്രിപ്പ് ലൈറ്റാണ് ഒട്ടിക്കാൻ പോകുന്നത്. അതിൻ്റെ പാർട്ട് 2 ആയിട്ട് കാണത്തുള്ളൂ. നമ്മളത് വാങ്ങിച്ചിട്ടില്ല. അതെല്ലാം ഇനി വാങ്ങിക്കണം.